ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ജോധ്പൂരിലാണ്. മെഹ്റാൻഗഡ് കോട്ട കാണാൻ വന്നിരിക്കുകയാണ്. ജോധ്പൂരിൻ്റെ ഹൃദയഭാഗത്ത് 400 അടി ഉയരമുള്ള ബെൽവ കല്ലിൻ്റെ പാറക്കെട്ടുകളുടെ മുകളിൽ അത്ഭുതകരമായി ഉയർന്നു നിൽക്കുന്ന മെഹ്റാൻഗഡ് കോട്ടയാണ് ഈ കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നായ മെഹ്റാൻഗഡ് രാജ്പൂത് വീരതയുടെ കലാരൂപങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ മഹത്തായ രേഖപ്പെടുത്തലാണ്. മെഹ്റാൻഗഡ് കോട്ട 1559 റാവോജോഡ എന്ന രാജാവാണ് നിർമ്മിച്ചത്. മെഹർ എന്നാൽ സൂര്യനെന്നും ഗഡ് എന്നാൽ കോട്ടയെന്നും അർത്ഥമാണ്. അപ്പോൾ മെഹ്റാൻഗഡ് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ കോട്ടയെന്നാണ് അർത്ഥമാക്കുന്നത്. ജോധ്പൂർ നഗരത്തിൻ്റെ രക്ഷകൻ എന്ന നിലയിൽ ഈ കോട്ട നൂറ്റാണ്ടുകളോളം പ്രവർത്തിച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കപ്പും കഴിഞ്ഞിട്ട് അകത്തേക്ക് പ്രവേശിച്ചു. കുറേ സ്റ്റെപ്പ് കയറി മേളിലോട്ട് ചെല്ലുമ്പോൾ വിശാലമായ ഒരു ഗ്രൗണ്ടാണ് കാണുന്നത്. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ ജോധ്പൂരിൻ്റെ ബ്ലൂ സിറ്റി ഒരു സമുദ്രം പോലെ നമുക്ക് കാണാം. എന്ത് ഭംഗിയാണെന്നറിയാമോ? അവിടെ ഒരു ചെറിയ ഫൗണ്ടൻ കാണാം. അങ്ങ് ദൂരെ വരെ നമുക്ക് കാണാവുന്നതാണ്. ബ്ലൂ സിറ്റിയെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടു കാണുമല്ലോ. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് എടുത്ത് കാണുക. മെഹ്റാൻഗഡ് കോട്ട രാജ്പുത് ശൈലിയിലുള്ള ഭംഗിയാർന്ന ശില്പകലയുടെ ഒരു അതുല്യ ഉദാഹരണമാണ്. 36 മീറ്റർ ഉയരമുള്ള മതിലുകൾ ആക്രമണങ്ങളെ കഠിനമായി തടയാനുള്ള ബലമേറിയ ആർക്കിടെക്ചറാണ്. ചിത്രശാലകൾ, കലാഗ്രന്ഥങ്ങൾ, ആയുധശേഖരങ്ങൾ എന്നിവയടങ്ങിയ രാജകീയ മ്യൂസിയം ഇവിടെയുണ്ട്. സങ്കീർണമായ ജാലി വിൻഡോകൾ, കല്ലിൽ കൊത്തിയ ഗ്രില്ലുകൾ, പിന്നെ മനോഹരമായ വാതിലുകൾ അല്ലെ ഗുഹാദ്വാരങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ പ്രത്യേകതകളാണ്. ആദ്യം കടന്നു വരുന്ന കവാടത്തിൻ്റെ പേര് ജയ്പോൾ. 1806 മൻസിംഗ് നിർമ്മിച്ച ഗേറ്റാണിത്. യുദ്ധവിജയത്തിൻ്റെ ചിഹ്നമായിട്ടാണ് ഈ ഗേറ്റ് പണിതത്. പിന്നെ ഹതേപോൾ എന്നൊരു ഗേറ്റുണ്ട്. യുദ്ധവിജയത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ കവാടവും പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ രാജമാതാക്കൾ ചിതയ്ക്ക് പോകുന്നതിന് മുമ്പ് കൈമുദ്രയിടുന്ന ഗേറ്റുണ്ട്. അതിൻ്റെ പേര് ലോഹ പോൾ എന്നാണ്. ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഗൈഡിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ് കാണുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഒരാവശ്യമായിട്ട് തോന്നിയിരുന്നു. ഇതിൻ്റെ ഹിസ്റ്ററിയും എല്ലാം ഒന്ന് പഠിക്കാൻ വേണ്ടി കൂടെ തന്നെയാണ് ഞങ്ങൾ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചത്. അദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പറഞ്ഞു തന്നു. ആദ്യം എസ്കലേറ്റർ വഴി ഏറ്റവും മേളിൽ ചെന്നിട്ട് താഴേക്ക് വരാമെന്ന് തീരുമാനിച്ചു. എസ്കലേറ്റർ ഉപയോഗിക്കുന്നതിന് പ്രത്യേകം ഓരോരുത്തരും ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ക്യൂ നിന്ന് ഞങ്ങൾ മുകളിലേക്ക് കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ അതിമനോഹരമായ വിശാലമായ സ്ഥലമാണ്. അവിടെ കുറേ പീരങ്കികളും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി മുകളിലേക്ക് കയറി പോകണമെങ്കിൽ സ്റ്റെപ്പ് ഉപയോഗിച്ച് വേണം നമ്മൾ കയറാൻ. അവിടെ നിന്ന് ഞങ്ങൾ താഴേക്ക് നോക്കി. ജോധ്പൂർ നഗരം മുഴുവൻ തന്നെ അവിടെ നിന്നാൽ കാണാവുന്നതാണ്. ഇതാണ് ഒരു സൈഡ്. രാജപാതകളും ഒരുമാതിരി എല്ലാ സ്ഥലം തന്നെ ഇതിൻ്റെ മുകളിൽ നിന്നാൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ മറ്റേ സൈഡിലും നല്ല ഭംഗിയാണ് കാണാൻ. നീല തടാകം പോലെയുള്ള മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. എന്ത് ഭംഗിയാണെന്നറിയാമോ?
ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങളകത്തേക്ക് പ്രവേശിച്ചു. വളരെ വലിയ ഒരു കോട്ട തന്നെയാണിത്. ഇന്നിവിടെ രാജാക്കന്മാരൊന്നും താമസിക്കുന്നില്ല. കൊത്തുപണികൾ കാണാൻ നല്ല ഭംഗിയാണ്. എത്ര നാളത്തെ കഷ്ടപ്പാട് കൊണ്ടായിരിക്കാം ഇതൊക്കെ ഇങ്ങനെ പണിതെടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. ഇവിടെ കലാപരിപാടികളൊക്കെ നടത്തിയിരുന്നു. മുകളിൽ നിന്ന് സ്ത്രീകൾക്കൊക്കെ ഈ പരിപാടികൾ കാണാൻ അനുവാദമുണ്ടായിരുന്നു. അതിനായിട്ടുള്ള വിൻഡോകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇതവിടെ സൂക്ഷിച്ചിരിക്കുന്ന പല്ലക്കുകളാണ്. വളരെ മനോഹരമായ കലാഭംഗിയുള്ള പല്ലക്കുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. പല മോഡലിലും പല രൂപത്തിലും ഭാവത്തിലുമുള്ള പല്ലക്കുകൾ ഇവിടെ ഉണ്ട്. ഇതിലാണ് രാജാക്കന്മാരെയും രാജകുടുംബത്തിലുള്ളവരെയും എഴുന്നള്ളിച്ചിരുന്നത്. ഇവിടെ ഭിത്തിയിൽ അതിൻ്റെ പടങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഞങ്ങളുടെ ഗൈഡും എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നുണ്ട്. കോട്ടയ്ക്കുള്ളിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്. ഓരോരോ പരിപാടികൾ നടത്തുന്നതാണെന്നാണ് പറഞ്ഞത്. അടുത്തതായി ഞങ്ങൾ കയറിയത് വിശാലമായ ഒരു ഹാളിലോട്ടാണ്. അതിൽ അന്ന് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളുടെയും മറ്റ് സാധനങ്ങളുടെയും ഒരു മ്യൂസിയം തന്നെയാണ്. കർട്ടനായിട്ട് ഉപയോഗിച്ചിരുന്ന തുണി. ഇവിടെ നിന്നാണ് മന്ത്രിമാർ പണം എണ്ണിക്കൊണ്ടിരുന്നത്. രാജാവ് നോക്കിയിരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ആഭരണപ്പെട്ടി. ഇതാണ് ശരിക്കും രാജസ്ഥാൻ സ്ത്രീകളുടെ ഡ്രസ്സ്. അന്ന് ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ. ഇത് വേറൊരു പല്ലക്കാണ്. പിന്നെ അവിടെ ഒരു പെയിൻറ്റിങ്ങുകളാണ്. 17-ാം നൂറ്റാണ്ട് മുതൽ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്ങുകളൊക്കെ നമുക്കവിടെ കാണാവുന്നതാണ്. രാജാവ് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകൾ. ഇതാണ് ശീഷ് മഹൽ. 100 കണക്കിന് കണ്ണാടികളാൽ നിറഞ്ഞ ഒരു മികവാർന്ന മന്ദിരമാണ് ശീഷ് മഹൽ. ഒരു ലൈറ്റ് വല്ലതും കാണിച്ചാൽ എല്ലായിടത്തും റിഫ്ലക്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ഇതിനകത്ത് ആൾക്കാർ പ്രവേശനം അനുവദിച്ചിട്ടില്ല. അതിമനോഹരമാണ്. മുകളിലത്തെ നിലയിലേക്ക് പ്രവേശിക്കണം. ഒരു സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ പോകേണ്ടത്. ഇത് ഫൂൽ മഹൽ. രാജകീയ സംഗീത നൃത്ത പരിപാടികൾ നടന്നിരുന്ന മനോഹരമായ ഹാളാണ്. സ്വർണവും കണ്ണാടികളും ഉപയോഗിച്ച് അകത്തളങ്ങൾ അലങ്കരിച്ചിരിക്കുന്നു. തനിത്തങ്കമാണെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ തൂണുകളിലൊക്കെ മനോഹരമായ കൊത്തുപണികൾ നമുക്ക് കാണാവുന്നതാണ്. വെള്ള മാർബിളിലാണ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് മുകളിലേക്ക് കയറാൻ വളഞ്ഞ ആധുനിക സ്റ്റെയർ കേസ് നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ വീണ്ടും നമുക്ക് ബ്ലൂ സിറ്റി കാണാം. ആയുധങ്ങളുടെ ഒരു മ്യൂസിയമുണ്ട്. അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന എല്ലാത്തരം ആയുധങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു വന്ന് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടാകും. ഇത് രാജ്ഞിയുടെ മുറിയാണ്. മുത്തുകളാലും കണ്ണാടികളാലും മനോഹരമാക്കിയിരിക്കുന്നു. അന്ന് ലൈറ്റൊന്നും ഇല്ലാഞ്ഞതിനാൽ വിളക്ക് കത്തിച്ച് വെച്ചാൽ ഈ ബെൽജിയൻ
കണ്ണാടിയിലൂടെ ഇതിൻ്റെ റിഫ്ലക്ഷൻ വന്നിട്ട് മുറി മുഴുവൻ തിളങ്ങി കാണാം. കഥകളൊക്കെ ശ്രദ്ധിച്ചാൽ എത്ര സൂക്ഷ്മമായ മനോഹരമായ കൊത്തുപണികളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇത് രാജകുമാരന്മാർക്കുള്ള തൊട്ടിലുകളാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മനോഹരമായ മോഡലുകൾ. ഇതിൻ്റെ മേൽക്കൂരയെല്ലാം നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടയുടെ രാജ്യമായ രാജസ്ഥാനിൽ വന്നിട്ട് ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇത് രാജാക്കന്മാർ വിസിറ്റേഴ്സ് വരുമ്പോൾ അവരെ സ്വീകരിച്ച് ചർച്ച നടത്തുന്ന സ്ഥലമാണ്. ഏത് രാജ്യത്തു നിന്ന് വരുന്നോ അവരുടെ കൊടി അവിടെ സ്ഥാപിച്ചിരിക്കും. ബെൽജിയത്തു നിന്നുള്ള കണ്ണാടിയും സ്വർണവും ഉപയോഗിച്ചാണ് ഈ മുറി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഇതിനകത്തൊന്നും പങ്കെടുക്കാൻ സാധ്യമല്ലാത്തതിനാൽ ഈ ചെറിയ വിൻഡോയിലൂടെ ഇവർക്ക് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് തന്നെ ഒരു കടയുണ്ട്. വിശാലമായ കടയാണ്. എന്ത് സാധനങ്ങളും നമുക്ക് ലഭിക്കും. പക്ഷെ അല്പം വില കൂടുതലാണെന്ന് മാത്രം. വിദേശികളെ ഉദ്ദേശിച്ചായിരിക്കാം വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. എല്ലാ സാധനവും ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ടാണ് വില കൂടുതലെന്ന് പറയുന്നത്. അവിടെ നിറങ്ങി ഇതിൻ്റെ പാട്ട് ആസ്വദിച്ചേക്കാമെന്ന് വിചാരിച്ച രാജസ്ഥാനി മ്യൂസിക്കിനൊപ്പം താളം പിടിച്ചു. ഈ കോട്ട ധാരാളം ഇന്ത്യൻ ഹോളിവുഡ് സിനിമകളിൽ ലൊക്കേഷനായിട്ടുണ്ട്. ഈ കോട്ടയുടെ മനോഹര ആർക്കിടെക്ചർ കാരണം ഇത് ചലച്ചിത്ര ലോകത്ത് ഏറെ പ്രശസ്തമാണ്. മെഹ്റാൻഗഡ് രാജസ്ഥാൻ്റെ പുരാതന മഹത്വത്തെയും രജപുത്ര സാഹസികതയുടെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിക്കുന്ന ചരിത്രമാണ്. ജോധ്പൂർ വരുന്നവർ തീർച്ചയായിട്ടും ഈ കോട്ട വന്ന് കണ്ടിരിക്കണം. കാണുക മാത്രമല്ല ഇതിനെക്കുറിച്ച് പഠിക്കാനും കൂടെ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.